ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഞങ്ങൾ കസിൻസൊക്കെ ആയിട്ട് കോഴിക്കോട് പോകണുണ്ട്. അപ്പോൾ ഇന്നത്തെ രാത്രിയാണ് ഞങ്ങൾ ഇന്ന് പോണത്. ഇപ്പോൾ ഒരു 9:30 ആയി കാണും. അപ്പോൾ ഇനിയെല്ലാം വ്ളോഗിലൂടെ നിങ്ങൾക്ക് കാണാം. കുറച്ച് ദിവസമായി വ്ളോഗ് ചെയ്തിട്ട്. ആക്ച്വലി വ്ളോഗ് എടുക്കാനോ എങ്ങടെയെങ്കിലും ഒന്ന് പോകാനോ ഉള്ളൊരു ടൈം ഒട്ടും ഇല്ലായിരുന്നു. ഇതാണ് ഞങ്ങൾ എങ്ങോട്ടാ പോണേ? പിയായും ഉമ്മിയൊക്കെ എങ്ങോട്ടാ പോണേ? പുള്ളിയുടെ ഭാഷ പറഞ്ഞ ഞങ്ങള് പാർക്കിൽ പോവാണ്. അപ്പോ ഇനിയിപ്പോ വന്ന വഴിക്ക് എല്ലാം കാണാം. ഓക്കെ, ബൈ ബൈ ബൈ. ഹായ് ഗൈസ്, അപ്പൊ ഞങ്ങളിത് ബസ് കയറാൻ ഈ പിള്ളേരെ കൂടെയാണ് എടുക്കാൻ. അപ്പൊ ഞങ്ങള് ബസ് കയറാൻ വേണ്ടി ഇങ്ങോട്ട് നിൽക്കാണ്. ഇതാണ് നമ്മളെ കൂട്ടത്തിലുള്ള ഒരാള്. അടുത്ത ആള് വീഡിയോയ്ക്ക് മുന്നിൽ വരാൻ ചമ്മലുള്ളത് കൊണ്ടും വീഡിയോ എടുക്കാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ടും ഒഴിഞ്ഞു മാറി നടക്കുന്നു. ഇതൊക്കെ നിങ്ങൾ വെളുത്ത അയ്യോ, ഇത് ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ടെന്ന് ഞാൻ ചേർത്തു. ആയി വെട്ട വന്നപ്പോ നല്ല ഭംഗിട്ടോ. ഇതൊക്കെ വെട്ടത്തേക്ക് പേടിയായ പക്ഷേ ഇത് ഓഡിയോ ക്ലിപ്പ്. ഹായ് ഗൈസ്, അപ്പൊ നമ്മുടെ ട്രിപ്പിൽ ഒരു സർപ്രൈസ് ഇട്ട് ബോയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ കോഴിക്കോട് എത്തിയണ്ട്. ഏതിന്റെ ഫ്രണ്ടില വീടുകളാണോ എന്നെ പിടിക്കും. അപ്പോൾ നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി, ഇത്താൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലായിട്ട് പോയിട്ട് അവിടെ പോയി ഫ്രഷ് ആയിട്ടാണ് പിന്നെ പോണത്. അപ്പോൾ ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ച് ഇവിടെ എത്തി. വഴി അറിയാണ്ട് ഇങ്ങനെ നടക്കുവാണ്. എവിടെ വീടുന്നും തപ്പി. ഓക്കെ, എത്താണോ വലുതായാലും ചിക്കരുകൂടി. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് മറ്റൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ മുഖം ചെയ്ത് കളമാക്കുകയാണ്. ഇത് മേക്ക് ഓവർ ബൈ തസ്ലിയ. ഇത് ഗ്ലിറ്റർ ലൈഫ്. ദി ഗ്ലിറ്റർ ലൈഫ്. എല്ലാവരും പോയി ചെക്ക് ചെയ്യുക. എല്ലാം ചെക്ക് ചെയ്യാന്ന്. അപ്പോൾ ഞങ്ങള് റെഡി ആയിട്ട് ഇറങ്ങി. അപ്പൊ ഞാൻ ഇതിൽ ചാമ്പ സമയത്രേ 7:30 ഇത് ഞങ്ങൾ മാളിലേക്ക് പോവാണ്. മാള് ഓപ്പൺ പോലും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ഞങ്ങള് ഹൈലൈറ്റ് മോളിൽ വന്നേക്കുവാണ്. അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ നിൽക്കണം. ഞങ്ങൾ ഇച്ചിരി നേരത്തെ ഇറങ്ങിയോണ്ട് മാൾ ഓപ്പൺ ആക്കിയിട്ടില്ല. അപ്പൊ എല്ലാവരും കൂടെ വെയിറ്റിങ്ങിലാണ്. ഞങ്ങളിപ്പോ ഹൈലൈറ്റ് മോള് തുറക്കാൻ നല്ല ഡിലേ ആവും. 9:10 മണിക്കും കണ്ട തുറക്കണേ. അപ്പൊ ഞങ്ങൾ അതുവരെ ബ്രേക്ക്ഫാസ്റ്റ് വിശന്ന് തുടങ്ങിയോണ്ട് കഴിക്കാൻ വേണ്ടി ഹോട്ടല് തപ്പി നടക്കുവാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ ഞങ്ങളിത് ഇവിടെ ഹൈലൈറ്റ് മോളിലെത്തി. ബസ് കയറി. അപ്പൊ അതിൻ്റെ അകത്തിട്ട് നടക്കുക.
സ്കൈ കാണാൻ നല്ല ഭംഗിയില്ലേ. ഞാനും സ്കൈയും സെയിം. ഇത് വലിയ ഷോ ഇട്ട് ഞാൻ ഇതിന്റെ വീഡിയോ നല്ല ഗ്ലാസ് സ്കിൻ പോലെ ഇരിക്കുന്നു. നല്ല രസമുണ്ടല്ലോ. ക്യാമറ വരുമ്പോ മാറി പോലല്ലേ, സെൽഫി ഒന്നുമില്ല. എവിടെ? അപ്പൊ ഞങ്ങള് ആദ്യത്തെ ഷോപ്പിൽ നിന്ന് ഇറങ്ങി. ഇത്താക്ക് ഒരു ഡ്രസ്സ് കിട്ടി, നല്ല അടിപൊളി ഡ്രസ്സ്. അവൾ ഉദ്ദേശിച്ച സാധനങ്ങള് ഒന്നും ഇവിടെ ഇല്ലാന്നാണ് അവൾ പറയുന്നത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇറങ്ങി പോണതോ? നമ്മൾ അന്ന് ലുലുവിൽ അല്ലേ ആ ഗെയിമിൽ കയറിയപ്പോ ആ ഗെയിമിൽ ഗെയിമിങ്ങിലേക്ക് വന്നിരിക്കാണ്. ഫുൾ ഓൺ എനർജിയാണ്. ഇവിടെ ഒത്തിരി ഗെയിമിംഗ് സെക്ഷൻസ് ഉണ്ട്. പക്ഷെ ഒന്നിലും കയറാൻ പറ്റില്ല, ചെറിയ പിള്ളേർക്കാണ് കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ എസ് എൻ സ്ട്രീറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കുറച്ച് പർച്ചേസിങ്ങും ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇവരൊക്കെ എന്തൊക്കെയാ മേടിക്കണമെന്ന് പറഞ്ഞോണ്ടിരിക്കണേ. കുഞ്ഞങ്ങടെ വെട്ടിത്തിളങ്ങട്ടെ. പറയാനുള്ളത് ഇതൊക്കെ എന്താണ് പറയാനുള്ളത്? നിനക്ക് എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. നിനക്ക് എന്താണ് പറയാനുള്ളത്? ഇതൊന്നും എടുക്കല്ലടി. ഈ പുള്ളേന്റെ വായിൽ ഇത് മാത്രമേ ഉള്ളൂ. അതേ നമ്മുടെ സ്റ്റിച്ചിങ് നടക്കുകയുള്ള ഓരോരുത്തരും ഇങ്ങനെ വശീകരിച്ച് വിളിക്കേണ്ട അവസ്ഥ നമ്മൾ പോവരുത്. ഇത് വേണോന്ന് ചോദിക്കും. കൊട്ട നിറച്ച് ബെൽറ്റ് നിറച്ച് വെച്ചിട്ടുണ്ട്. നിറച്ച് ബെൽറ്റ് എടുത്തു ഗൈസ്. ആർക്കും വെട്ടില്ല, എല്ലാം നല്ല കളർ നമ്മൾ ഇന്നത്തെ കയറ്റി. അപ്പൊ ഞങ്ങള് ബെൽറ്റ് മാത്രം മേടിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. 300 പൊടി പിടിക്കും. കൊച്ചുങ്ങൾക്ക് ഞങ്ങള് കുറെ ക്രോപ്പ് ടോപ്പും അങ്ങനത്തെ കുറെ ഐറ്റംസ് മേടിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളിവിടെ എസ് എൻ സ്ട്രീറ്റിൽ നിന്ന് ഇറങ്ങി നേരെ ബീച്ചിലിട്ട് വെച്ച് അപ്പൊ ഞങ്ങള് അതേ ഓട്ടോ കയറുള്ള ബീച്ചിൽ പോവാൻ. ഒന്നും കേൾക്കാൻ പറ്റില്ല. കണ്ണ് തുറക്കാൻ പറ്റില്ല, അമ്മാര് വെയിലല്ലേ. കുഞ്ഞി കുഞ്ഞി ഇതിലും തട്ടി മലന്നിടിച്ച് വീണാനെ. മോൻ കിട്ടില്ല, പക്ഷെ ഷെയ്ഡ്. ഇത് മലപ്പുറം ബീച്ച്. അമ്മേ കാലും താന്നു പോലെ. ഒരു വീഴാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അമ്മേ
ഇഷ്ടം കുറവാ. ഇങ്ങോട്ട് ആട് ചെയ്താ ഞാൻ മേടിച്ചാ നിങ്ങളൊന്ന് കഴിക്കല്ലേ, കോലും പിടിച്ചിട്ട് കാര്യമില്ല. എന്നാത്താ കാടമുട്ട വേണ്ടേ? മോളുടെ മുടിയുണ്ടല്ലോ ഭയങ്കര ബ്രൗൺ കളറില്. എന്നതാത്താ സ്നാപ്പാടി അപ്പൊ ഞങ്ങള് ബോട്ടിങ്ങിന് വേണ്ടി ബോട്ടിൽ കയറിയേക്കാണ്. ശബന നോക്കിയ ശബന അതിലേക്കോ നടക്കണോ? ഞാൻ നടക്കൂല, എനിക്ക് പേടിയാ. ചുണ്ടിലിരിക്കണൊക്കെ പല്ലുകൾ ഇരിക്കണോട്ട് പേടിച്ച്. ബീച്ചിൽ നിന്ന് കയറി വന്ന് ഫ്രഷ് ആവാൻ നല്ലോണം നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രഷ് ആവാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ അടുത്ത് ഗോകുലമാളിൽ വന്നേക്കായിരുന്നു ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. ഫ്രഷായിട്ട് ഇത് കൂടെ നടക്കുന്നുണ്ട്. ലിപ് ഷെയ്ഡ് നല്ലോണം ഡാർക്കായിരുന്നു. ലിപ് ഷെയ്ഡാണ് പക്ഷെ ഞങ്ങളിവിടെ പിള്ളേർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കിച്ചനായിട്ട് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി കയറിയേക്കാണ്. എന്തെങ്കിലും കിട്ടുമോ നോക്കണം, ക്യൂട്ടായിട്ട്. പിന്നെ പിള്ളേർ കുക്ക് ചെയ്യാൻ പോലെ ഇത് മിക്സി
ഒന്ന് ചെയ്ത് നോക്കിയാലോ? കളറിംഗ് ബുക്ക് എന്തൊക്കെ മേടിച്ചെടുക്കും. ഇതുപോലത്തെ എന്തിനൊക്കെ മേടിച്ചു കൊടുക്കട്ടാ? ഒന്നും കിട്ടിയില്ല. നമ്മളെ പിള്ളേർക്ക് വേണ്ടി ഇത് പറഞ്ഞ മേടിച്ചു. ചോറ്റു മാത്രം ഉണ്ടല്ലോ പിള്ളേർക്ക്. പിന്നെ ഇതിനോ? പിന്നെ അതൊക്കെ മതി. അത് മതിട്ടാ, വേണ്ട കൊടുക്ക. ഏതെങ്കിലും എടുക്കണം. ബ്രൗൺ ബാഗിന്റെ ഉമ്മക്ക് വേണ്ടി ഞങ്ങളൊരു ബൈക്ക് മേടിക്കാന്ന് ഓർത്താ. എത്രയാ? നല്ല സ്റ്റാൻഡേർഡ് ആണ്. ശബന വിളിക്കണ്ട. ഒരെണ്ണം മതിയോ? ഒരെണ്ണം മതിയോ? അത് ഈ ഷർട്ട് എടുക്കണോ? മൾട്ടി കളേഴ്സ് പിള്ളേർക്ക് ഇഷ്ടം. വേറൊന്നിലും ബാപ്പുച്ചിക്ക് ശരിക്കും